ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവിൻ്റെ ഉപദേശം. നല്ല പേർ സുഗന്ധ തൈലത്തേക്കാളും മരണ ദിവസം ജനന ദിവസത്തേക്കാളും ഉത്തമം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിൽ ഇരിക്കുന്നു. മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിൽ അത്രേ. മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി കലത്തിന്റെ കീഴെ കുത്തുന്ന മുള്ളിന്റെ പൊടുപ്പ് പോലെ ആകുന്നു. അതും മായാത്രേ. കോഴജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കോലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവം മാനസിനേക്കാൾ ക്ഷമ മാനസൻ ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോഴത്തേക്കാൾ നന്നായിരിക്കുന്നതിന്റെ കാരണം എന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമില്ലല്ലോ. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്. സകല ഉപവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.